എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക സിനിമ. മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത്. ഇതിന്റെ സ്പെഷ്യൽ വീഡിയോ ഒന്നും എന്താ ചെയ്യാത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ? സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തരണ്ടേ, എന്നാലല്ലേ സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ പറ്റും. അതെ, ആകെ തരുന്നത് ചില പോസ്റ്റേഴ്സാ. അതാണെങ്കിൽ എല്ലാം ഒരുപോലെ. ചിലപ്പം മമ്മൂക്ക് ഇങ്ങനെ നോക്കുന്നതായിരിക്കും, അത് നേരെ നോക്കുന്നതായിരിക്കും അടുത്ത പോസ്റ്റർ. അതിനകത്തൊക്കെ എന്തെന്ന് എടുത്തിട്ട് പറയാനാ? എല്ലാം ചെറിയ ചെറിയ ആംഗിളിൽ വ്യത്യാസമുണ്ട്. ഇതേ സെയിം അവസ്ഥയാണ് അപ്പുറത്ത് വേർന്ന് തുടരും. ഒരു പോസ്റ്റർ വെച്ചിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് 1 മാസത്തിന് മുകളിലായി അവര്. സത്യം. ആ കാറിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നതും പിന്നെ ആ ചിരിച്ചോണ്ട് ഫോണും പിടിച്ചോണ്ട് ചിരിക്കുന്നല്ല, വേറെന്തോ സംഭവം. എന്തോ ഒരു അവസ്ഥ. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാനാ വീഡിയോ? 30-ാം തീയതി തുടരും വരും, ഡൊമിനിക് വരും 23-ാം തീയതി. പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും പുറത്തും വരുന്നില്ല. ഇതെന്താണ് ഒരു ചിലപ്പം എല്ലാം ഒളിച്ചു വെച്ചേക്കുന്നതായിരിക്കാം. ഇങ്ങനെ മറ്റേ സൈലന്റ് ആയിട്ട് വന്നിട്ടൊരു ഹിറ്റ് അടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. സംഭവം എല്ലാം ഒളിപ്പിച്ച് വെക്കുന്നത് ഏറ്റവും കൂടുതലുള്ളത് തുടരുകയാണ് ശരിക്കും. അതൊരു സത്യം. പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ശരിയായ രീതിയിൽ തന്നിട്ടേ ഇല്ല അവർ. പക്ഷേ എങ്കിലും അതിന് ഹൈപ്പ് ഉണ്ട്. പക്ഷേ ഡൊമിനിക്കിന് ടീസർ വന്നു, ട്രെയിലർ വന്നു, പക്ഷേ ഹൈപ്പില്ല. അതൊരു സത്യം. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും കൂടിയത് ട്രെയിലർ വന്നതിന് ശേഷമായിരിക്കും. അതെ, കുറച്ചെങ്കിലും മാറ്റം വന്നത്. അതെ, എന്താണെങ്കിൽ വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ തന്നെയാണ് തോന്നുന്നുണ്ട് ഇവര് ഇത് ഇറക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതും. അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ പ്രൊമോഷനും പരിപാടികളും ഗംഭീരമായിട്ട് ചെയ്യേണ്ടതാണ്. അതൊക്കെ കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രസ് മീറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് പ്രൊമോഷൻ പരിപാടികളൊക്കെ ഉടനടി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത്. പിന്നെ മറ്റൊന്ന് വലിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് ഡൊമിനിക്ക് തമിഴ്നാട്ടിൽ റിലീസ് ഉണ്ടാവില്ല. എന്താ കാര്യം? അവിടെ അറിയാമല്ലോ, ഗൗതം മേനോന് കിട്ടിയിട്ടുള്ള ഒരു ബാൻ ഉണ്ട് അവിടെ. അതായത് എന്തോ ഒരു പൈസ ഇഷ്യൂ ആണ്. അതൊക്കെ കൊടുത്തു തീർത്താലേ ഇനി ആള് സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ആള് ഭാഗമാകുന്ന ഒരു സിനിമ അവിടെ കളിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ ധ്രുവ നക്ഷത്രം അവിടെ കിടക്കുന്നത്. അതെ, അങ്ങനത്തെ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് അതിന്റെ റിലീസ് വരെ തടഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും അപ്പൊ തമിഴ്നാട്ടില് ഡൊമിനിക് എത്തൂല. അല്ലെങ്കിൽ ഇത് ഗൗതം മേനോൻ തീരുമാനമാക്കണം. അങ്ങനെ തീരുമാനമാക്കാൻ മൂപ്പർ ആദ്യം തന്നെ അവിടെ മറ്റത് ഇറക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്ന് തീരുമാനമാവണ്ട. അത് ആള് തന്നെ ഏതോ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആള് ഇതുവരെ അധ്വാനിച്ചത് മൊത്തം മുടക്കിയിരിക്കുന്നത് ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞ സിനിമയിലേക്കാണ് പൈസ. അപ്പം പിന്നീട് അതിന് അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ ആളെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടാണ്, അതായത് സാമ്പത്തിക പ്രശ്നം തന്നെയാണ് ആള് എല്ലാ സിനിമയിലും വന്ന് അഭിനയിക്കുന്നത്. അതെ, എല്ലായിടത്തും ഏതിൽ വിളിച്ചാലും പോയി അഭിനയിക്കുന്നുണ്ട്. അത് വേറെ മുടക്കി കിടക്കല്ലേ, ഒരു ഉപകാരം ഇല്ലാണ്ട് കിടക്കുകയാണ് ഉണ്ടാക്കിയത് മൊത്തം. അപ്പൊ അതിൽ നിന്നൊന്ന് ആരെങ്കിലും ഒന്ന് OTT എടുക്കടേ ആ ധ്രുവ നക്ഷത്രമൊക്കെ. എന്തായാലും എന്താ സംഭവിക്കാന്നുള്ളത് അറിഞ്ഞൂടാ. ആള് തീരുമാനമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഡൊമിനിക്ക് തമിഴ്നാട്ടിലുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മള് വേറെ സൈഡ് പിടിക്കും, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പിടിക്കും. പക്ഷെ അതെന്നും കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ കിട്ടുന്നൊരു സംഭവം ഒരു ഇത്ര ഭാഗം അതൊരു സത്യമാണ് കേട്ടോ. കേരളം കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് തന്നെയാണ് അത്യാവശ്യം ഏറ്റവും കളക്ഷൻ വരുന്നത്. നമുക്കൊക്കെ നല്ല ഫാൻസും ഉണ്ട്. ഫാൻ ബേസ് ഉള്ള ഒരു ഇടമാണത്. കാരണം ഭ്രമയുഗം കണ്ടിട്ട് ഇങ്ങനെ ധരിച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു. ഭ്രമയുഗം, കാതല്, ടർബോ എല്ലാം നല്ല അഭിപ്രായം വന്നതാ. അപ്പൊ എന്താണെങ്കിലും ഇതിന് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അത് നഷ്ടം തന്നെയാണ്. എന്തായാലും ഇവർ തന്ന കണ്ടന്റ് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാം. ഒന്ന് നമ്മുടെ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, അതായത് ഈ സിനിമയിൽ ഭാഗമാവുന്ന ഒരു നടിയാണ്. ആളിതിനെക്കുറിച്ച് ആളുടെ എക്സ്പീരിയൻസും സന്തോഷമൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ നമ്മുടെ ഗൗതം മേനോൻ ഈ സിനിമയിലേക്ക് എത്തിയതിൻ്റെ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. അത് വേറൊരു ഇൻ്റർവ്യൂവിൽ ആള് അല്ലാതെ പറഞ്ഞതാണ്. ഈ ടീമിൻ്റെ അല്ല, ഡൊമിനിക്കിൻ്റെ അല്ല, പക്ഷെ അത് ഞങ്ങൾ ഡൊമിനിക്കിൻ്റെ ആക്കുന്നു. അല്ലാണ്ട് ഇപ്പൊ നിവർത്തിയില്ലല്ലോ, എന്തായാലും കിട്ടണ്ടേ. വേറെന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് പറഞ്ഞു പോയി, അല്ലാതെ ഡൊമിനിക്കിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നതല്ല. ഓക്കെ, അപ്പോൾ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ എന്ത് പറയുന്നു നോക്കാം. വാഴ സിനിമയിൽ തകർത്ത് അഭിനയിച്ച പെൺകുട്ടിയാട്ടോ. അതെ, ഹായ്, ഞാൻ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ. എനിക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഡൊമിനിക്കിന്റെ സെറ്റിൽ. ഫുൾ എന്നെ പോലൊരു ബിഗിനറിന് ഇപ്പോൾ ഇത്രയും സീനിയേഴ്സായ മമ്മൂക്കയുടെ കൂടെയും ഗൗതം സാറിൻ്റെ കൂടെയും സ്പെൻഡ് ചെയ്യാൻ പറ്റി കുറച്ച് ദിവസമെങ്കിലും സെറ്റിൽ. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. എൻ്റെ ഓൺസെറ്റ് എക്സ്പീരിയൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം നമ്മളുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസും ഭയങ്കര രസമായിട്ടാണ്, നമ്മൾ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. നമ്മളുടെ ഡിറക്ഷൻ ടീം, ഇപ്പോൾ ഗൗതം സാർ ലീഡ് ചെയ്ത ഡിറക്ഷൻ ടീം, നമ്മുടെ ADs, ഓൺ സെറ്റിലുള്ള എല്ലാവരും, നമ്മളുടെ
ഫുൾ ടീം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഗൗതം സർ എസ്പെഷ്യലി ഇപ്പൊ എന്നെ പോലെ ഒരു ബിഗിനറിന് ആദ്യം നമുക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഹി വാസ് വെരി കംഫർട്ടബിൾ ടു വർക്ക് വിത്ത്. നമുക്ക് എന്ത് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും സർ വന്നിട്ട് ഭയങ്കര രസമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സോ അത് എനിക്ക് ഭയങ്കര ഒരു കാമിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. അപ്പോൾ അതെനിക്ക് ഫസ്റ്റ് ഇപ്പോൾ ഡൊമിനിക്കിൽ എനിക്കത് സാധിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒരു ആക്ടർ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കുന്ന കാണുന്ന മമ്മൂക്കയാണ്. വേ ബാക്ക് ഇൻ, എനിക്ക് വർഷം ഓർമ്മയില്ല, തൊമ്മനും മക്കളുടെ സെറ്റിൽ ഞാൻ ചെറുതായിരുന്നു. മമ്മൂക്കേനെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒരു ഓൺ സെറ്റിൽ ഒരു ആക്ടർ ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കുന്ന. അപ്പൊ അന്ന് തൊട്ടേ ആ ഒരു ചെറുപ്പകാലത്ത് തൊട്ട് എനിക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു വലിയ ഫാസിനേഷൻ തന്നെയാണ്. ആൻഡ് ഫൈനലി ഞാൻ ഡൊമിനിക്കിന്റെ സെറ്റിൽ മമ്മൂക്കയുടെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്നതിൽ തന്നെ ഐ എം വെരി ഹാപ്പി. I'm very grateful that I got this opportunity. So, thank you. താങ്ക് യു. ഞങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ, പക്ഷെ തന്നില്ല, വിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അറിയാണ്ടൊരു അബദ്ധം വരുമോ, 2004 കേട്ടോ, 2007 കണ്ടാണ് തൊമ്മനും മക്കള് റിലീസ് ചെയ്തിട്ടുള്ളത്. അത് തെറ്റിയതാ, പിന്നീട് ഓർമ്മയിലേക്ക് വരുന്നത് 2004. എന്തായാലും പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഇതിൽ നിന്ന് എന്ത് പറയാനാ, അതായത് ആള് ഭയങ്കര സന്തോഷത്തിലാണ്, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പിന്നെ മറ്റൊന്ന്, അതായത് ഒരു കാര്യം മനസ്സിലായി, ആൾക്ക് ഒരുപാടൊന്നും ഇതിൽ ചെയ്യാനില്ലാന്ന് തോന്നുന്നു, കുറഞ്ഞ ഇതുണ്ടാവുള്ളൂ, കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് എടുത്ത് പറയുന്നുണ്ട്. യെസ്. എന്താണെങ്കിലും മീനാക്ഷി ഇത്രയും പറഞ്ഞു, നമ്മുടെ ആശാൻ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, ആശാൻ പറയുന്നത് കേൾക്കാം. അതാണ് പോന്നോട്ടെ. 2005-06 அவர் மீட் பண்ண ஒரு வாய்ப்பு கிடைச்சது. ஒரு சப்ஜெக்ட் நரேட் பண்ணேன். ஆக்சுவலா வேட்டர் விளையாடு மாதிரி ஒரு சப்ஜெக்ட் தான். But it didn't take off at that point. Would it be a Malayalam film? Yeah, it was a Malayalam film. At that point, yeah. இப்போ, after so many years, being a huge admirer of his work and what he does on screen, I got an opportunity to meet him. ஒரு படம் அவர் கூட நடிச்சேன் ஆக்சுவலா. அதுல வந்து நான் டைரக்ஷன் பத்தியோ இல்ல அவர் கூட ஒரு படம் பண்ணி எதுவுமே நான் பேசவே இல்லை. அந்த படம் சிங்க் சவுண்ட். ஸோ ஹி வாஸ் டீச்சிங் மீ ஹவு டு ஹேண்டில் சிங்க் சவுண்ட். ரெண்டு பேரும் ஆக்டர்ஸா ஒரு சீன் நடிச்சிட்டு இருக்கும்போது கௌதம் வேற எக்ஸ்டர்னல் சவுண்ட்ஸ்லாம் நீங்க பண்ணக்கூடாது அப்படின்னு சொல்லி எனக்கு ஒரு கிளாஸ் மாதிரி எடுத்தாரு. அண்ட் ஐ லவ் தட் பிகாஸ் ஐ டோன்ட் நோ as an actor also you don't think so much. அதுக்கப்புறம் அந்த படம் ஒர்க் முடிஞ்சதுக்கு அப்புறம் எனக்கு ஒரு மலையாளத்துல ஒரு ஸ்டோரி எனக்கு அந்த ஸ்டோரி ரொம்ப பிடிச்சிருந்தது. அவங்க 2-3 ஆக்டர்ஸ் அதை எடுத்துட்டு போறதுக்காக ரெடியா இருந்தாங்க. பட் நான் சொன்னேன் இது வந்து சார்ட்ட எடுத்துட்டு போனா கரெக்டா இருக்குன்னு தோணுச்சு. அவங்க they not so confident, இல்ல அவர் சார் பண்ண மாட்டாரு, இல்ல நான் ட்ரை பண்றேன் அப்படின்னு சொல்லிட்டு நான் அவருடைய டீமுக்கு ரீச் அவுட் பண்ணி ஒரு டெக்ஸ்ட் அனுப்பிச்சேன், இந்த மாதிரி நான் அவங்க ஒரு சப்ஜெக்ட் நரேட் பண்ணணும். அடுத்த நாளே வர சொல்லிட்டாங்க. I love that. அடுத்த நாளே வர சொல்லி ஒரு 2 hours டிஸ்கஷன் நடந்துச்சு. யார் ப்ரொடியூசர் அப்படின்னு கேட்டாரு. இல்லை சார் ஐ ஹேவ் மை ஓன் டீம், ஐ பிரிங் த இன்வெஸ்டர் அப்படின்னு சொன்னேன். ஓகே நான் ஈவினிங் சொல்கிறேன் அப்படின்னு சொன்னார். நாங்கள் சென்னை திரும்பி வந்துட்டோம். அன்னைக்கு அடுத்த நாள் காலைல ஃபோன் பண்ணி எங்கே இருக்கீங்க சார், சென்னை வந்துட்டேன். இல்லை கம் பேக், என்ன சார் விஷயம், வில் ஸ்டார்ட் ஷூட் 10 days ஷூட்டிங் போகலாம், நான் தான் ப்ரொடியூசர் அப்படின்னு சொல்லிட்டேன். That's how the film started. And today, as we are talking, the film is done and it's releasing in a few days. എത്ര ഈസിയിലേ പറഞ്ഞപ്പോ, സാധാരണ അവർക്ക് സിമ്പിളാണ്. അതെ അല്ലെ, നമ്മളെ ഒരു സാധാരണ ഒരാള് മമ്മൂക്കേന്റെ അടുത്ത് വരെ എത്തണമെങ്കിൽ പെടുന്ന പാട്. ഇതെന്ത് സിമ്പിൾ, നാളെ തന്നെ വരാൻ പറഞ്ഞു കഥ പറയാനേ. എന്ത് സിമ്പിളായിട്ട് ഇതിൽ ആരാണ് അത് മമ്മൂക്കക്ക് പറ്റുന്നല്ല, മമ്മൂക്കത് ചെയ്യൂല. എഴുത്തുകാര് അത് മമ്മൂക്കനെ അറിയാവുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം മമ്മൂക്ക ചെയ്യൂല എന്ന് കരുതിയിട്ടുണ്ടാവും. പിന്നെ അത് മാത്രല്ല, അവരുടെ മനസ്സിൽ ഇപ്പോൾ മമ്മൂക്ക ആയിരുന്നിരിക്കില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. മമ്മൂക്കനെ വെച്ചിട്ട് അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്യും എന്നുള്ളൊരു തോട്ടിൽ ചെയ്ത സാധനം ഒന്നും ആയിരിക്കില്ല. ചിലപ്പം അത് മാറി ആള് പറഞ്ഞപ്പം ഓക്കെ അങ്ങനെ പോവാം, കഥ പറയാം എന്നുള്ള രീതിയിൽ പോയതായിരിക്കും. എന്താണെങ്കിലും ഇതൊക്കെ തന്നെ കിട്ടുന്നത് വലിയ കാര്യമായിട്ടോ ഞങ്ങൾ പറയുന്നത്. സത്യമായിട്ടോ, ഇവര് ഒരു സാധനം പുറത്തു വരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലൊക്കെ പണ്ടൊക്കെ കിട്ടുമായിരുന്നു. ഇനി എന്തായാലും വരും. ഇനി വരുമായിരിക്കും. ഇനി പ്രൊമോഷന്റെ കാര്യങ്ങളുമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് ഒക്കെ കണ്ടമാനം വരും. മമ്മൂക്ക ഇന്റർവ്യൂല് കിട്ടിയാൽ മതി, തകർത്തോളും. പിന്നെ കണ്ടന്റിന്റെ പെരുമഴ അത് ധാരാളം, അത് തന്നെ മതിയല്ലോ നമുക്ക്. എന്താണെങ്കിലും കാത്തിരിക്കാം, പ്രൊമോഷൻ വർക്കുകളൊക്കെ തുടങ്ങട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.